ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് ഈ സ്പാനിയോ ഇവിടെ 24 ഇഞ്ച് LED TV ആണ്. ഇതിന്റെ സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്തതാണ് ഇതിന്റെ കംപ്ലൈന്റ്. സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഉണ്ട്, പക്ഷെ സ്റ്റാൻഡ് ബൈ റിലീസ് ആവില്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പോൾ ഇതിന്റെ മദർ ബോർഡ് നമ്പർ ഇതാണ്. ഇതിന്റെ മദർ ബോർഡ് നമ്പർ ITV.B59.671. അതാണ് ഈ മദർ ബോർഡ്. അപ്പൊ നമുക്ക് ഇതെന്താ കംപ്ലൈന്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ പവർ സപ്ലൈ കംപ്ലൈന്റ് ആയിട്ട് ഓൾറെഡി ഒരു അഡാപ്റ്റർ ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു അഡാപ്റ്റർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പവർ സപ്ലൈ റെഡിയാക്കാം. അത് നമുക്കിതിൽ ഈ അഡാപ്റ്റർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് ബൈ വോൾട്ടേജുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ റിലീസ് ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. $12 നമുക്ക് ഓക്കെയാണ്. 12.1 തന്നെ വോൾട്ടേജ് നമുക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ 2 റെഗുലേറ്റർ ഉണ്ട്. റെഗുലേറ്റർ ഇൻപുട്ടിലൊരു 5 വോൾട്ട് വരണം. 5 വോൾട്ട് 2 റെഗുലേറ്ററിലും വരുന്നുണ്ട് 5 വോൾട്ട്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഒരു 1.8 വോൾട്ടിൻ്റെ റെഗുലേറ്ററാണ്. ഇത് 1.7 വോൾട്ട് അവിടെ ഉണ്ട്. ഇത് 3.3 വോൾട്ടിൻ്റെ റെഗുലേറ്ററാണ്. ഇവിടെ 0.9 ആണ് നമ്മുടെ വോൾട്ടേജ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 3.3 ഉണ്ടാവണം. അപ്പോൾ ഈ റെഗുലേറ്റർ കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ഈ 3.3 വരില്ല. അതുപോലെ ഈ IC ഷോർട്ടിങ് ആണെങ്കിലോ, ഇടയ്ക്ക് കപ്പാസിറ്റർ ഉണ്ട്, അത് ഷോർട്ടിങ് ആണെങ്കിലോ നമുക്ക് ആ 3.3 വരത്തില്ല. 3.3 നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ നമുക്ക് 3.3 തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ ഈ ICയുടെ ഈ പോയിന്റിൽ നമുക്ക് ഷോർട്ടിങ് ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഞാൻ ഗ്രൗണ്ടുമായിട്ടാണ് ഷോർട്ടിങ് നോക്കുന്നത്. ഗ്രൗണ്ടുമായിട്ട് നമുക്ക് ഷോർട്ടിങ് കാണിക്കുന്നില്ല. 0.441 ഓംസ് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടുമായിട്ട് ഷോർട്ടിങ് ഇല്ല. IC ചൂടാവുന്നുമില്ല. IC ഷോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ IC ചൂടാവും. അതുപോലെ ഇവിടെ ഒരു ചെറിയ SMD കപ്പാസിറ്റർ ഉണ്ട്. അതും ഷോർട്ടിങ് അല്ല. ഷോർട്ടിങ് ആണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഷോർട്ടിങ് നമ്മളെ കാണിച്ചേനെ. അപ്പം നമ്മുടെ ഈ റെഗുലേറ്റർ തന്നെയാണ് നമുക്ക് കംപ്ലൈൻറ്റ്. 3.3 നമുക്ക് ആ റെഗുലേറ്റർ ഒന്ന് മാറ്റി വേറൊരു റെഗുലേറ്റർ ഇട്ട് നോക്കണം. അപ്പം നമുക്ക് ഈ റെഗുലേറ്റർ ഒന്ന് മാറ്റാം. റെഗുലേറ്റർ വെക്കുന്നുണ്ട്.
നമ്മൾ വേറെ റെഗുലേറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ദേ 3.3 3.29 വോൾട്ട് അവിടെ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സെറ്റും ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വെച്ചൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടി വി ഓക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പവർ സപ്ലൈ കൂടെ റെഡിയാക്കണം. ഞാൻ പവർ സപ്ലൈ റെഡിയാക്കുന്ന വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.